അരുൺകുമാർ ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചൊരു വിഷയമുണ്ടല്ലോ. പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദൈവതുല്യൻ എന്ന പരാമർശം അദ്ദേഹം അറസ്റ്റിലാവുന്നതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അതേക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ വിഭ്രാമകമായ ഉത്തരങ്ങൾ പറയാണ്. ശവന്തീനികളല്ല എന്ന് പറയാണ്. കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ മറുപടി പറയുന്നത്. വേട്ടനായ്ക്കളല്ല എന്ന് പറയാണ്. എന്നെ അയ്യപ്പൻ രക്ഷിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസിക നിലയിൽ നിന്ന് പറയുന്നതാണോ എന്നറിയില്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടിക്കാരനാണല്ലോ. CPM പുറത്താക്കിയിട്ടൊന്നുമില്ല, ഒരു നടപടി എടുത്തിട്ടില്ല. ഈ ദൈവതുല്യൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ പാർട്ടിക്കാരെയോ പാർട്ടിയിൽ മുകളിലുള്ള ആളുകളെയോ ഒന്നും അല്ല എന്ന് പോലും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പറയാത്തത്? ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ചർച്ചയിൽ 3 തവണ ശ്രീ അഭിലാഷ് ആവർത്തിച്ചു പറഞ്ഞു 3 CPM-കാർ പ്രതിയായി, 3 CPM-കാർ പ്രതിയായി. അതേപോലെ 3-4 കോൺഗ്രസ് നേതാക്കന്മാരും ഇതിൽ പ്രതിയായിട്ടുണ്ടല്ലോ. ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന INTUC കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള സംഘടനയാണ് എന്ന് താങ്കൾക്ക് അറിയില്ലാത്തതല്ലോ. ആരാ ഈ KS ബൈജു? ആരാ ഈ KS ജയശ്രീ? ആരാ ഈ ശ്രീകുമാർ? അപ്പോ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു 3 CPM-കാർ പ്രതിയായി. നമുക്ക് അറിയാവുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായി വന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. അരുൺകുമാർ, അത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടെ യൂണിയൻ ഒക്കെ കാണും. കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെ ഒക്കെ യൂണിയൻ എല്ലാ രംഗത്തും ഉണ്ടല്ലോ. ഇവിടെ പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള 3 പേരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞോ? ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയമാണല്ലോ. പറഞ്ഞോളൂ. അപ്പോ പൊളിറ്റിക്കലി നിങ്ങൾ ആദ്യം പറയുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്ത് INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന KS ബൈജു കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതുകൊണ്ട് നിങ്ങളെല്ലാം തുടരെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് CPM-കാർ മാത്രം, ഇതിൽ മറ്റാരും പ്രതികളായി വന്ന കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ BJP ചായ്വുള്ളവരും ഒന്നും പ്രതികളല്ല എന്ന രൂപത്തിലൊരു ധ്വനി ആവർത്തിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞു പോയത് ഞാൻ എഴുതി വെച്ചു. കോൺഗ്രസ് ഈ ഫോറത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കി ഈ സർവീസ് സംഘടനകളിലൊക്കെ പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവരുടെ പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്വം എടുക്കണം നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വെച്ച ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് നിയോഗിച്ച, അതിനെ ഭരിക്കാൻ നിയോഗിച്ച ആളുകളാണ് അഴിയെണ്ണുന്നത് ജാമ്യം പോലും കിട്ടാതെ. അരുൺകുമാർ, യെസ്, ഞാൻ പറയട്ടെ, താങ്കൾ ഓരോ വാക്കിനും അങ്ങനെ ഇടപെട്ട എങ്ങനെയാ? ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞേ? അന്തർദേശീയ ബന്ധമുണ്ടെങ്കിൽ എന്നാ പറഞ്ഞേ. ബന്ധമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞില്ല. ഞാൻ പ്രത്യേകം അത് ശ്രദ്ധിച്ച് ഇവിടെ എഴുതി വെച്ചു. ഇപ്പൊ BJP-യുടെ പ്രതീതി പറയാണ്, ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ അന്തർദേശീയ ബന്ധമുണ്ട് എന്ന്. ഇവരെല്ലാം ഒരാൾ ഇങ്ങനെ പുട്ടിന് പീരയിടണോളം ഇടും, മറ്റേ ആൾ കൂട്ടിച്ചേർക്കും. രാവിലെ കോൺഗ്രസ് തുടങ്ങി വയ്ക്കും, ഉച്ചയ്ക്ക് BJP അത് ഏറ്റെടുക്കും, വൈകുന്നേരം ചാനലുകളിലെല്ലാം അന്തിച്ചർച്ചയായിട്ട് ആ വിഷയങ്ങൾ വരും. അത് വച്ചിട്ട് വലിയ രൂപത്തിൽ ഇതിങ്ങ് പൊലിപ്പിച്ച് കൊണ്ടുപോകുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് 2 മാനങ്ങളുണ്ട്. ഒന്ന്, സ്വർണം പൂശി നൽകാമെന്നേറ്റ് സ്പോൺസറെ പോലെ വന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയ ആള്. 2, കൃത്യമായിട്ട് സ്വർണം പൂശാൻ വിട്ടു നൽകുമ്പോൾ രേഖയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളിലും ചട്ടങ്ങളിലും പാലിക്കേണ്ട ആ ചട്ടം പാലിക്കാത്തത്. അതേപോലെ തന്നെ അവധാനതയില്ലാതെ പെരുമാറിയ കൃത്യമായിട്ടുള്ള ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ ചെയ്യേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടുവന്നത് കൃത്യമായി സ്കൂട്ടണി നടത്താതെ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടാണ്. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. അതിൽ കോൺഗ്രസ് ബന്ധമുള്ളവരോ ഇടതുപക്ഷ ബന്ധമുള്ളവരോ BJP ബന്ധമുള്ളവരോ ആരായാലും ഇതിൽ കുറ്റം ചെയ്തവർ കൃത്യമായി ശിക്ഷിക്കപ്പെടട്ടെ, നിയമത്തിന്റെ മുന്നിൽ വരട്ടെ. ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഏറ്റവും ആദ്യം എന്താ പറഞ്ഞേ? SIT മുഴുവൻ ഗവൺമെന്റിന്റെ കീഴിലാണ്. ഇപ്പൊ BJP-യുടെ പ്രതിനിധി പറയുന്നത് SIT-യെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്, ആഭ്യന്തര വകുപ്പാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ട, ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നെങ്കിലും തീരുമാനിക്കുവാനുള്ള ഒരു അവധാനത അന്ന് കാണിക്കുമായിരുന്നില്ലേ? ഒരിക്കലും ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നതിന്റെ അർത്ഥമല്ലേ ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യ്, ആരെ വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുക്ക്, തെളിവുള്ളവരെ പ്രതിയാക്ക്, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ശക്തമായ നിലപാട് ഞങ്ങൾ എടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഒരു തരത്തിൽ പോലും ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന്. അത് പൂർണ്ണമായും കോടതിയുടെ സർവൈലൻസിൽ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ. ഇപ്പൊ 2 തരത്തിൽ വർത്തമാനം പറയുന്നു. ആദ്യം SIT കൊള്ളാം, പിന്നെ പറഞ്ഞു SIT പോരാ.
ഇവർ പറയുന്നവരെ ഒന്നും പിടിക്കുന്നില്ല, ഇവർ പറയുന്നത് പോലെ അന്വേഷണം പോകുന്നില്ല. അപ്പൊ SIT ആകെ പ്രശ്നമാണ്. CBI വരട്ടെ, NI വരട്ടെ, ആരും വന്നോട്ടെ. ഇപ്പൊ ഇവിടെ മറ്റൊരു പ്രതിനിധി ഇരുന്ന് പറഞ്ഞല്ലോ, കരിവണ്ണൂർ. ആരാ അന്വേഷിച്ചേ? കരിവണ്ണൂർ അന്വേഷിച്ചത് കൊണ്ടും ഫയൽ എടുത്തോണ്ട് പോയതും ED അല്ലേ? അതിന് മുമ്പ് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറഞ്ഞല്ലോ, അത് UDFന്റെ കാലത്ത് അവരുടെ SITയും CBIയും എല്ലാം വന്ന് അന്വേഷിച്ചല്ലേ. ഏത് അന്വേഷണം എടുത്ത് പരിശോധിക്ക്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് അന്വേഷിച്ചത് EDയും CBIയും NIയും ആദായ നികുതി വകുപ്പും എല്ലാം ആയിരുന്നില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത്? ബിരിയാണി ചെമ്പ് അന്വേഷിച്ചതാരാ? ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിലെ സ്വർണം അന്വേഷിച്ചതാരാ? ഖുറാന്റെ ഉള്ളിൽ സ്വർണം വെച്ച് കടത്തിയത് ഇതേ പറഞ്ഞ ഗോപാലകൃഷ്ണന്റെ പാർട്ടി കൊണ്ടുവന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയല്ലേ? തെളിവിന്റെ എന്തെങ്കിലും കണിക വേണം. രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം ഉണ്ടാകും. ആ ഒരു ചർച്ചയിൽ ഒരു 10-15 മിനിറ്റ് കിട്ടിയാൽ കുറച്ച് പിണറായി വിജയനെ തെറി പറയുക, മറ്റു മന്ത്രിമാരെ ചീത്ത പറയുക, ഗോവിന്ദൻ മാഷിന്റെ കുടുംബത്തെ വരെ ചീത്ത പറയുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക, ഇത് തന്നെയാണ് ഇവരുടെ അജണ്ട. അല്ലാതെ മെറിറ്റ് ചേർന്ന് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തു, ഇന്ന കണക്ഷൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന തെളിവ് വന്നിരിക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് എന്താ ഉള്ളത്? ചോദ്യം ആരെയും ചെയ്യാം, മാധ്യമപ്രവർത്തകരെയും ചോദ്യം ചെയ്യും. ചിലപ്പോൾ ഒരു വാർത്ത സംപ്രേഷണം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സംശയം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ടാൽ തന്നെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി, മൊഴി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇവരെല്ലാം പ്രതി, അതിനെല്ലാം ഈ പാർട്ടിയാണ് ഉത്തരവാദി എന്ന് പറയുന്ന തരത്തിലേക്ക് എത്രയോ തവണ ഇവരെ ചിത്രീകരിച്ചു. ഇങ്ങനെ ഇവർ പറയുന്ന തരത്തിൽ അന്വേഷണം പോയി ഇതെല്ലാം CPM ആണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് കഴിയുമോ? തെളിവ് വേണ്ടേ? അപ്പൊ അത്തരത്തിൽ എത്ര നുണ നിങ്ങൾ പ്രചരിപ്പിച്ചാലും ആ നുണയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം വരും. ഞങ്ങൾ ഹൈക്കോടതിയിലാണ് വിശ്വാസം, ഈ അന്വേഷണ ഏജൻസിയിലാണ് വിശ്വാസം. ഏത് തരത്തിലും പോയിക്കോട്ടെ, ഏത് അന്വേഷണം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ, ഏത് ഡോക്യുമെന്റും വിളിച്ചു വരുത്തിക്കോട്ടെ, സത്യം കണ്ടെത്തിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല, ഒരു തുണ്ട് സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ആര് കുറ്റം ചെയ്താലും മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നടപടി എടുക്കട്ടെ. ആ നടപടിക്ക് പൂർണ്ണമായി ഞങ്ങൾ കൂടെ ഉണ്ടാകും.